ചെമ്പനീർ പൂവിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി സൂപ്പർ അപ്കമിങ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ സകല സ്വത്തുക്കളും അച്ചമ്മ സച്ചിയുടെയും രേവതിയുടെയും പേരിൽ എഴുതിക്കൊണ്ടായിരിക്കും അച്ചമ്മ മരിക്കുന്നത്. ഡീറ്റെയിൽഡ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് തന്നെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ. അങ്ങനെ ചന്ദ്രമതി വളരെ ക്രൂരമായിട്ട് രേവതിയെ വീണ്ടും വീണ്ടും ഇങ്ങനെ കുത്തി നോവിക്കുന്ന സമയത്തിന് രേവതിക്ക് അത് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരിക്കും. അവസരം കിട്ടുമ്പോഴെല്ലാം തന്നെ രേവതിയെ കുത്തി നോവിക്കാനും അവൾ രാശിയില്ലാത്തവളാണെന്നൊക്കെ പറഞ്ഞ് അവളിങ്ങനെ കുറ്റപ്പെടുത്താൻ മാത്രമേ ചന്ദ്രമതി ശ്രമിക്കുന്നുള്ളൂ. എപ്പോഴും ചന്ദ്രമതി വളരെ ക്രൂരമായിട്ട് രേവതിയോട് ഇങ്ങനെ പെരുമാറുന്നത് കാണുന്ന സമയത്ത് ശ്രുതിക്ക് വല്ലാത്ത സഹതാപം തോന്നുന്നുണ്ട് രേവതിയോട്. പക്ഷേ ചന്ദ്രമതിയെ എതിർത്തുകൊണ്ടത്തിന് രേവതിക്ക് വേണ്ടിയിട്ട് സംസാരിക്കാനൊന്നും ശ്രുതിക്ക് കഴിയുന്നില്ല. എപ്പോഴും നിരന്തരം ഇത് തന്നെ ഇങ്ങനെ കണ്ടുകൊണ്ട് രവീന്ദ്രൻ്റെ മനസ്സങ്ങ് മടുക്കുകയാണ്. ഒട്ടും സഹിക്കാൻ കഴിയാതെ അവസാനം രവീന്ദ്രൻ ഇങ്ങനെ സച്ചിയോട് പറഞ്ഞിട്ട്, എടാ മോനെ സച്ചി, നീ കുറച്ച് ദിവസത്തേക്കാണെങ്കിലും രേവതി മോളെ കൂട്ടിക്കൂട്ടത്തിൽ അച്ചമ്മയുടെ അടുത്ത് പോയി നിൽക്കാൻ നോക്ക്. കുറച്ച് ദിവസമെങ്കിലും ഇവിടെ നിന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ പിന്നെ അത് രേവതി മോൾക്ക് വലിയ ആശ്വാസമാവും. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ചന്ദ്രമതി വീണ്ടും വീണ്ടും അവളോട് ഇങ്ങനെ ഓരോ ക്രൂരതൊക്കെ കാണിച്ച് അവളിങ്ങനെ കണ്ണീര് കുടിപ്പിക്കുന്നതൊക്കെ എനിക്ക് കാണേണ്ടി വരും. 3 മരുമക്കളെയും ഒരുപോലെ കാണണമെന്ന് ശ്രീകാന്തിനെ വിവാഹം കഴിച്ച അന്നേ ദിവസം തന്നെ ഞാൻ അവളോട് പറഞ്ഞിരുന്നതാണ്. എന്നാൽ അവൾ അതൊന്നും തന്നെ കേൾക്കില്ല, അനുസരിക്കില്ല എന്ന് വെച്ചാൽ ഞാൻ എന്താ ചെയ്യുക? അതുകൊണ്ട് നീ രേവതി മോളെയും കൂട്ടിക്കൊണ്ട് കുറച്ച് ദിവസം അച്ചമ്മയുടെ അടുത്തേക്കൊക്കെ പോയി നിൽക്ക്. അങ്ങനെയെങ്കിലും രേവതി മോളുടെ മനസ്സൊന്ന് തണുക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ രവീന്ദ്രൻ ഏതായാലും സച്ചിയെ രേവതിയും അച്ചമ്മയുടെ അടുത്തേക്ക് പറഞ്ഞു വിടുകയാണ്. എന്നാൽ രേവതി അവിടെ എത്തുന്നതോടുകൂടി തന്നെ ചന്ദ്രമതി ഒരുപാടധികം രേവതിയായിട്ട് കഷ്ടപ്പെടുത്തുന്നുണ്ട് എന്നുള്ള കാര്യം അച്ചമ്മക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ അച്ചമ്മ പറയുന്നുണ്ട്, മോളെ രേവതി, ചന്ദ്രൻ നിന്നെ അവിടെ ഇട്ട് ഒരുപാടധികം ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഈ അച്ചമ്മക്കറിയാം. മറ്റ് 2 മരുമക്കളെയും മുന്നിൽ വെച്ച് മോളെ അവളെ ഒരുപാടധികം താഴ്ത്തി കെട്ടുന്നുണ്ടാവും. സാരമില്ല മോളെ. എന്നിട്ടിങ്ങനെ രവീന്ദ്രൻ പറയുന്നത് പോലെ തന്നെ അച്ചമ്മ പറയുന്നത്, എന്ത് ചെയ്യാനാ, 3 മരുമക്കളെയും ഒരുപോലെ തന്നെ കാണാൻ കഴിയാത്തവളായി പോയി എൻ്റെ മരുമകളെ. നല്ല ആരോഗ്യത്തോടെ ഇരുന്ന് എൻ്റെ രവീന്ദ്രൻ പോലും നെഞ്ചുവേദന വന്നിട്ട് കുഴഞ്ഞു പോയത് അവളുടെ ഒരൊറ്റ പ്രവൃത്തി കൊണ്ട് മാത്രമാണ്. ഈ മഹാലക്ഷ്മിയെ പോലുള്ള ഈ മോളുടെ മനസ്സ് കാണാനൊന്നും അവളെ കൊണ്ട് കഴിയുന്നില്ലല്ലോ. എന്ത് ചെയ്യാനാ മോളെ, പണം മാത്രമേ ചന്ദ്രയ്ക്ക് വേണ്ടുള്ളൂ എന്നിങ്ങനെ അച്ചമ്മ പറയുന്നത് കേൾക്കുന്ന സമയത്തിന് രേവതിയുടെ കണ്ണങ്ങ് നിറഞ്ഞു പോവാണ്. രേവതി പറഞ്ഞിട്ട്, അതൊന്നും സാരമില്ല അച്ചമ്മേ, അതിലൊന്നും എനിക്ക് യാതൊരുവിധ പരിഭവമില്ല എന്ന് പറയും രേവതി. അന്നേരം അച്ചമ്മ പറഞ്ഞിട്ട്, എൻ്റെ മോൾ അല്ലെങ്കിലും ഒരിക്കലും സങ്കടപ്പെടാൻ പാടില്ല. അച്ചമ്മ ഇല്ലാതായി പോയാലും എൻ്റെ സച്ചിയും രേവതി മോളും ഒരിക്കലും സങ്കടപ്പെടരുത്. അതിന് വേണ്ടതെല്ലാം തന്നെ ഈ അച്ചമ്മ ചെയ്തു വെച്ചിട്ടുണ്ട് എന്നും പറയും. അപ്പം സച്ചി ചോദിക്കുന്നത്, അച്ചമ്മ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അങ്ങനെ അച്ചമ്മയെ ഞങ്ങൾ എങ്ങോട്ടേക്കും വിടില്ല. ഞങ്ങളുടെ ഒരു കുഞ്ഞിനെ കൂടെ കണ്ടതിന് ശേഷം മാത്രമേ അച്ചമ്മ ഈ ലോകത്ത് നിന്ന് തിരിച്ചു പോവുള്ളൂ എന്നിങ്ങനെ സച്ചി രേവതിയും അച്ചമ്മയോട് പറയുന്നുണ്ട്. അങ്ങനെ അന്ന് രാത്രിയാവുന്ന സമയത്തിന് അച്ചമ്മക്ക് പെട്ടെന്ന് ഒട്ടും അങ്ങ് വയ്യാണ്ടാവുകയാണ്. അച്ചമ്മയുടെ നിലവിളി കേട്ടുകൊണ്ട് തന്നെ സച്ചിയും രേവതിയും അങ്ങോട്ടേക്ക് അച്ചമ്മയുടെ മുറിയിലേക്ക് ഓടി ചെല്ലുന്നുണ്ട്. അച്ചമ്മക്ക് ഇത് എന്ത് പറ്റിയെന്നിങ്ങനെ സച്ചിയെ രേവതിയും ചോദിക്കുന്ന സമയത്തിന് അച്ചമ്മ ആണെങ്കിൽ ഒരു വാക്ക് പോലും പറയാൻ കഴിയാതെ ശ്വാസം എടുക്കാൻ പോലും ബുദ്ധിമുട്ടിയിട്ട് ഇങ്ങനെ മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന ആ ഒരു അവസ്ഥയിലായിട്ടുണ്ടാവും അച്ചമ്മ. അച്ചമ്മയുടെ ഈ ഒരു അവസ്ഥ കാണുന്ന സമയത്തിന് രേവതിക്ക് വല്ലാത്ത വിഷമം തോന്നുകയാണ്. രേവതി പറയുന്നുണ്ട്, സച്ചേട്ടാ, എത്രയും പെട്ടെന്ന് തന്നെ അച്ചമ്മയെ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കണം എന്നൊക്കെ പറയും. അപ്പോഴേക്കും ശ്വാസം ഒന്ന് നേരെ വിട്ടുകൊണ്ട് തന്നെ അച്ചമ്മ പറയുന്നുണ്ട്, അതൊന്നും വേണ്ടടാ മക്കളെ, ഞാൻ സാധാരണയായിട്ട് കുടിക്കുന്ന കഷായം അവിടെയുണ്ട്, നിങ്ങൾ അതൊന്ന് എടുത്തു തന്നാൽ മാത്രം മതി എന്ന് പറയും. അച്ചമ്മ പറഞ്ഞു കൊടുത്ത ആ ഒരു കഷായം രേവതി എടുത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തേക്ക് ഒരു ആശ്വാസമാവുന്നുണ്ടെങ്കിൽ പോലും പിന്നീട് അങ്ങനെ അച്ചമ്മ ആകെ ഒട്ടും വയ്യാതെ അങ്ങ് തളർന്നു പോവുകയാണ്. അച്ചമ്മയുടെ ഈ ഒരു അവസ്ഥ കണ്ടിട്ട് ഒട്ടും തന്നെ സഹിക്കാൻ കഴിയുന്നില്ലട്ടോ സച്ചിക്കും രേവതിക്കും. അങ്ങനെ അവർ രണ്ടുപേരും അച്ചമ്മയെ അവിടെ നിന്നും എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവർക്കൊന്നും തന്നെ അതിന് സാധിക്കുന്നില്ല. അച്ചമ്മ അങ്ങ് തളർന്നു പോവാണ്. ഈ ഒരു അവസ്ഥ കണ്ടിട്ട് രേവതി അങ്ങ് കരയാൻ തുടങ്ങും. സച്ചിയേട്ടാ, എത്രയും പെട്ടെന്ന് തന്നെ വണ്ടി എടുക്ക്, എത്രയും പെട്ടെന്ന് തന്നെ അച്ചമ്മയെ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കണം എന്നൊക്കെ പറഞ്ഞ് രേവതി ഭയങ്കര കരച്ചിലായിരിക്കും. അങ്ങനെ സച്ചി വണ്ടി എടുത്തിട്ട് അച്ചമ്മയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി എത്തിക്കുന്ന സമയത്ത് പോലും രേവതിയുടെ മടിയിൽ തന്നെ തല വെച്ച് കിടക്കുമായിരിക്കും അച്ചമ്മ. രേവതിയാണെങ്കിൽ അച്ചമ്മ ഇങ്ങനെ തലോടിക്കൊണ്ട് തന്നെ അച്ചമ്മ ഇങ്ങനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് പോലും അച്ചമ്മ 2 പേരോടായിട്ട് പറയുന്നുണ്ട്, സച്ചി, രേവതി, നിങ്ങളോട് 2 പേരോടായിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇനി ഒരു പക്ഷേ ഞാൻ ഇല്ലാതായാലും പോലും ചന്ദ്രമതി ഒരിക്കലും രേവതി ഇങ്ങനെ ഇട്ട് കഷ്ടപ്പെടുത്തരുത്. മറ്റ് 2 മരുമക്കളെ പോലെ അതേപോലെ മര്യാദ രേവതി മോൾക്കും അവിടെ കിട്ടണം. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ രേവതി മോൾക്ക് വേണ്ടി ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് പറയും. എന്നാൽ അച്ചമ്മ ഇതെന്താ പറയുന്നത് എന്ന് മനസ്സിലാക്കാതെ സച്ചി രേവതിയും പരസ്പരം നോക്കി നിൽക്കുന്ന സമയത്തിന് അച്ചമ്മ വീണ്ടും തുടർന്ന് പറയുന്നുണ്ട്, എൻ്റെ മേശയ്ക്ക് അകത്തായിട്ട് ഞാനൊരു വിൽപത്രം എഴുതി വെച്ചിട്ടുണ്ട്. എൻ്റെ കാലശേഷം എൻ്റെ സകല സ്വത്തിനും അവകാശി രേവതി മോള് മാത്രമായിരിക്കും. എൻ്റെ കാലശേഷം എൻ്റെ സകല സ്വത്തുക്കളും രേവതി മോളുടെ പേരിലേക്കാക്കിയിട്ടാണ് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്. ഒരിക്കലും പണമില്ലാത്തതിൻ്റെ പേരിൽ ഇനി ചന്ദ്രമതി ഒരിക്കലും രേവതി എങ്ങനെ എടുത്ത് കഷ്ടപ്പെടുത്തരുത്. ഇത് അച്ചമ്മ നിങ്ങൾക്ക് 2 പേർക്കും തരുന്നൊരു സമ്മാനമാണ്. ഇനി പണമില്ലാത്തതിൻ്റെ പേരിൽ എൻ്റെ രേവതി മോൾ ഒരിക്കലും സങ്കടപ്പെടരുത്. അത് മാത്രമാണ് ഈ അച്ചമ്മയുടെ ഒരു ആഗ്രഹം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അച്ചമ്മ. അച്ചമ്മയുടെ വാക്കെല്ലാം കേൾക്കുന്ന സമയത്തിന് രേവതി ഭയങ്കര കരച്ചിലായിരിക്കും. രേവതി പറഞ്ഞിട്ട്, അച്ചമ്മേ, എനിക്ക് അച്ചമ്മയുടെ സ്വത്തും പണവും ഒന്നും വേണ്ട, എനിക്ക് എൻ്റെ അച്ചമ്മയെ മാത്രം മതി എന്നൊക്കെ പറഞ്ഞ് രേവതി ഇങ്ങനെ അച്ചമ്മയെ കെട്ടിപ്പിടിച്ചിങ്ങനെ പൊട്ടിക്കരയായിരിക്കും.
അങ്ങനെ സച്ചി ഏതായാലും സ്പീഡിൽ ഇങ്ങനെ ഹോസ്പിറ്റലിലേക്ക് എത്തുന്നുണ്ടെങ്കിലും ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുൻപായിട്ട് തന്നെ അച്ചമ്മ രേവതിയുടെ മടിയിൽ കിടന്നങ്ങ് കണ്ണടക്കുകയാണ്. എന്നാൽ അച്ചമ്മ മരിക്കുന്നതിന് മുൻപേ തന്നെ അച്ചമ്മയുടെ പേരിലുള്ള സകല സ്വത്തുക്കളും രേവതിയുടെ പേരിലേക്കാണ് എഴുതി വെച്ചത് എന്നറിയുന്ന ചന്ദ്രമതി ആകെ അങ്ങ് ഞെട്ടിപ്പോവും. ചന്ദ്രമതിക്ക് ഭയങ്കര അങ്ങ് ദേഷ്യം വന്നുകൊണ്ടതിന് രവീന്ദ്രനോട് അങ്ങ് പൊട്ടിത്തെറിക്കാണ്. എന്നിട്ട് ചോദിക്കുന്നത്, എന്തൊക്കെയാ രവിയേട്ട നിങ്ങളുടെ അമ്മയെ ചെയ്തു വെച്ചിരിക്കുന്നത്? ഇവിടെ ശ്രുതിക്കും ശ്രീകാന്തിനും വർഷക്കും അങ്ങനെ എല്ലാവർക്കും അവകാശപ്പെട്ട സ്വത്തല്ലേ അതെല്ലാം തന്നെ ആ പൂക്കെട്ടുന്നവളുടെ പേരിലേക്ക് എഴുതി വെച്ചിരിക്കാണല്ലോ നിങ്ങളുടെ അമ്മ എന്ത് പണിയായി കാണിച്ചു വെച്ചിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ ചന്ദ്രമതി ഇങ്ങ് പൊട്ടിത്തെറിക്കും. അന്നേരം രവീന്ദ്രൻ പറഞ്ഞിട്ട്, എൻ്റെ അമ്മ അങ്ങനെ എന്തെങ്കിലും കാര്യം ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അതിലൊരു നല്ല കാര്യം ഉണ്ടായിരിക്കും ചന്ദ്രേ. ഒന്നും മുൻകൂട്ടി കാണാതെ എൻ്റെ അമ്മ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല. അമ്മയുടെ സ്വത്തല്ലേ കൊടുത്തിരിക്കുന്നത്, അമ്മയുടെ സ്വത്ത് അമ്മ ഇഷ്ടം പോലെ എന്താന്ന് വെച്ചാൽ കാണിച്ചോട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ രവീന്ദ്രൻ ചന്ദ്രമതിക്ക് ഇങ്ങനെ ചുട്ട മറുപടി കൊടുക്കുന്നുണ്ട്. എന്നാൽ രേവതിയുടെ കയ്യിൽ അച്ഛമ്മയുടെ സ്വത്ത് മുഴുവൻ ആയല്ലോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ ചന്ദ്രമതിക്ക് ഭയങ്കര ദേഷ്യമായിരിക്കും. അതുകൊണ്ട് തന്നെ ചന്ദ്രമതി വീണ്ടും മറ്റൊരു പ്രയോഗം നടത്തുകയാണ്. എങ്ങനെയെങ്കിലും രേവതിയെ സോപ്പിട്ട് രേവതിയുടെ സ്നേഹം അഭിനയിച്ചുകൊണ്ട് തന്നെ രേവതിയുടെ കയ്യിലുള്ള ആ ഒരു സ്വത്തെല്ലാം തന്നെ കൈക്കലാക്കാൻ നോക്കുന്നുണ്ട് ചന്ദ്ര. എന്നാൽ ഇതെല്ലാം മനസ്സിലാക്കിയ സച്ചി ഏതായാലും ചന്ദ്രയുടെ ആ ഒരു നീക്കങ്ങളെല്ലാം തന്നെ തടയുന്നുണ്ട്. അങ്ങനെ രേവതിയുടെ പേരിലാണ് അച്ചമ്മ സ്വത്തുക്കളെല്ലാം എഴുതി വെച്ചത് എന്ന് മനസ്സിലാക്കിയ ചന്ദ്രമതിക്ക് മനസ്സിലാവേണ്ടോ ഇപ്പൊ വീട്ടിൽ ഏറ്റവും വലിയ കോടീശ്വരിയായിട്ടുള്ള മരുമകൾ രേവതിയാണ് എന്നുള്ള സത്യം. വർഷയേക്കാളും ശ്രുതിയേക്കാളും ഒരു 10 ഇരട്ടി സ്വത്തെങ്കിലും രേവതിയുടെ കയ്യിൽ കാണുമെന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് പിന്നെ ചന്ദ്രമതി രേവതിയോട് ഭയങ്കര സ്നേഹത്തോടു കൂടി തന്നെയായിരിക്കും പെരുമാറുന്നത്. ഇതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയായിരിക്കും അച്ചമ്മ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തതും. ചന്ദ്ര എങ്ങനെയെങ്കിലും രേവതിയെ അംഗീകരിക്കാനും രേവതിയെ സ്നേഹിക്കാൻ വേണ്ടി തന്നെയായിരിക്കും അച്ചമ്മ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തു വെച്ചിരിക്കുന്നത്. ഏതായാലും ചെമ്മനീർ പൂവിൽ ഇനി അടിപൊളിയായിട്ടുള്ള സൂപ്പറായിട്ടുള്ള ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡൊക്കെ തന്നെയാണ് വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ.